Dear children, welcome back to the history class. We are discussing Social Science First Chapter 5, Society and Economy in Medieval India. In our last class, we discussed about how India attained agricultural prosperity during the medieval India and means of the people adopted for their livelihood. Now we move on to our next topic, trade and commerce. The surplus production helped the growth of commerce. The commercial centers in India attracted traders from all over the world. The major countries that had trade relation with India during the medieval period are listed below: Sumatra and Java, Persia, Holland, England, China, Portugal and France. With the help of an atlas, identify and mark the countries that had trade relation with India during the medieval period. ഉൽപ്പാദന രംഗത്തുണ്ടായ സർപ്ലസ് വാണിജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. നമുക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അത് കൊമേഴ്സിലേക്കും ട്രേഡിലേക്കും ഒക്കെ നയിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ട്രേഡിനായി ഇന്ത്യയിലേക്ക് എത്തി. മിഡിവൽ പീരീഡിൽ ഇന്ത്യയുമായി ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്ന പ്രധാന രാജ്യങ്ങളാണ് സുമാത്ര ആൻഡ് ജാവ, പേർഷ്യ, ഹോളണ്ട്, ഇംഗ്ലണ്ട്, ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങിയവ. India had inland and maritime trade relation with foreign countries. The two major inland trade routes were from Lahore to Kabul and from Multan to Kandahar. The maritime trade was also known as coastline trade. Bombay, Broch, Surat, Goa, Nagpattanam, Kozhikode and Kollam were the major ports. India had inland and maritime trade relation with foreign countries. കരമാർഗം വഴിയും കടൽമാർഗം വഴിയും ഇന്ത്യക്ക് ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഇൻലാൻഡ് വഴിയുള്ള രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങളായിരുന്നു ലാഹോറിൽ നിന്ന് കാബൂളിലേക്കും മുൾത്താനിൽ നിന്ന് കാണ്ഡഹാറിലേക്കുമുള്ള ട്രേഡ് റൂട്ട്സ്. മാരിടൈം ട്രേഡ് കോസ്റ്റ് ലൈൻ ട്രേഡ് എന്ന പേരിലും അറിയപ്പെട്ടു. കടൽമാർഗം വഴിയുള്ള ട്രേഡ് കോസ്റ്റ് ലൈൻ ട്രേഡ് എന്ന പേരിലും അറിയപ്പെട്ടു. കോംബെ, ബ്രോച്ച്, സൂററ്റ്, ഗോവ, നാഗ്പട്ടണം, മസൂലിപട്ടണം, കോഴിക്കോട്, കൊല്ലം ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോർട്ടുകൾ. The major trade groups and the domains of their influence are given below. Trade groups: Marwadis and Gujaratis, coastline trade; Multans and Khorasanis, inland trade. മിഡിവൽ പീരീഡിലെ പ്രധാന ട്രേഡ് ഗ്രൂപ്പ്സ് ആയിരുന്നു മാർവാഡീസ്, ഗുജറാത്തീസ്, മുൾട്ടാൻസ്, ഖുറേസാനീസ് എന്നിവർ. മാർവാഡികളും ഗുജറാത്തികളും കോസ്റ്റ് ലൈൻ ട്രേഡ്, മാരിടൈം ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരായിരുന്നു. കടൽമാർഗം വഴിയുള്ള ട്രേഡുമായി ബന്ധപ്പെട്ടവരായിരുന്നു മാർവാഡീസും ഗുജറാത്തീസും. ഇൻലാൻഡ് ട്രേഡുമായി ബന്ധപ്പെട്ടവരായിരുന്നു മുൾട്ടാൻസ്, ഖുറേസാനീസ് എന്നിവർ. മുൾട്ടാൻസ്, ഖുറേസാനീസ് എന്നിവർ കരമാർഗം വഴിയുള്ള വ്യാപാരം നടത്തിയിരുന്നവരായിരുന്നു. The major export items were cotton fabrics, indigo, salt and sugar. The imported items include metals, leather, velvet, dry fruits and horse. The Arabs were the middlemen in the import of horse from Central Asia. In South India, the horse traders were known as Kudirachettis. Earlier, the Arabs had upper hand in these trades. With the arrival of Portuguese, the Arabs lost their influence over this trade and Portuguese gained the upper hand. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസാണ്, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന ഐറ്റംസാണ് കോട്ടൺ ഫാബ്രിക്സ്, കോട്ടൺ തുണിത്തരങ്ങൾ, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം, ഡ്രസ്സുകൾക്കെല്ലാം കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നീലം, സാൾട്ട് ആൻഡ് ഷുഗർ ഇതൊക്കെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് ആയിരുന്നു മെറ്റൽസ്, ലെതർ, വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഹോഴ്സ്. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്യാനായിട്ട് ഇടനിലക്കാരായിട്ട് നിന്നിരുന്നത്, മിഡിൽമെൻ ആയിട്ട് നിന്നിരുന്നത് അറബ്സ് ആയിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഹോഴ്സ് ട്രേഡ് ചെയ്യുന്നവർ അറിയപ്പെട്ടിരുന്നത് കുതിരച്ചെട്ടീസ് എന്ന പേരിലാണ്. ആദ്യകാലത്ത് അറബികളായിരുന്നു കച്ചവടത്തിലെ പ്രധാനികൾ. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അറബികൾ പിന്തള്ളപ്പെടുകയും അവരുടെ സ്ഥാനം പോർച്ചുഗീസുകാർ കൈയടക്കുകയും ചെയ്തു. The direct trade between India and Europe began with the arrival of Vasco da Gama at Calicut in 1498. The Dutch, the English and the French landed in India for trade following the Portuguese. The chief items they collected from India were the spices, fabrics, indigo, sugar and salt. 1498-ൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തിയതോടെയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള ട്രേഡിന് തുടക്കമായത്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. അവരിവിടെ നിന്ന് കളക്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ, ഫാബ്രിക്സ്, ഇൻഡിഗോ, ഷുഗർ, സാൾട്ട് എന്നിവയായിരുന്നു. The major shift in the trade relation was the mutual rivalry among the Europeans for establishing monopoly of trade, which converted India as a ground for the imperialist war.
It was the English who emerged as the winners in the competition. കച്ചവട കുത്തകയ്ക്ക് വേണ്ടി യൂറോപ്യൻസ് പരസ്പരം മത്സരിക്കുകയും സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. മത്സരത്തിൽ വിജയം നേടിയത് ഇംഗ്ലീഷുകാരായിരുന്നു. അഗ്രികൾച്ചറൽ പ്രോഗ്രസ്സിനു വേണ്ടി മിഡിവൽ റൂളേഴ്സ് ധാരാളം മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ കച്ചവട പുരോഗതിക്കായിട്ടും ആ കാലഘട്ടത്തിലെ റൂളേഴ്സ് വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. റൂളേഴ്സ് അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് ട്രേഡ്. ലെറ്റ്സ് സീ സം ഓഫ് ദം. കൺസ്ട്രക്റ്റഡ് റോഡ്സ് കണക്റ്റിംഗ് മേജർ സിറ്റീസ്. ഗ്രാൻറ്റഡ് ലോൺസ് ടു ട്രേഡേഴ്സ്. കൺസ്ട്രക്റ്റഡ് സെരായ് റെസ്റ്റ് ഹൗസ്. ഇംപ്ലിമെൻറ്റഡ് യൂണിഫോം ടാക്സേഷൻ. പോസ്റ്റൽ ഫെസിലിറ്റീസ് വെർ മെയ്ഡ് എഫിഷ്യൻറ്റ്. ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം. പ്രധാന സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു. കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി. ദൂരെ നിന്ന് കച്ചവടം ചെയ്യാൻ എത്തുന്നവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ഹൗസുകൾ നിർമ്മിച്ചു. സെരായിസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇംപ്ലിമെൻറ്റഡ് യൂണിഫോം ടാക്സേഷൻ, ഏകീകൃതമായിട്ടുള്ള ഒരു ടാക്സേഷൻ നടപ്പിലാക്കി. എല്ലായിടത്തും ഒരുപോലെയുള്ള നികുതി ഏർപ്പെടുത്തി. പോസ്റ്റൽ ഫെസിലിറ്റീസ് വെർ മെയ്ഡ് എഫിഷ്യൻറ്റ്. പോസ്റ്റൽ ഫെസിലിറ്റി വളരെ കാര്യക്ഷമമാക്കി. ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം, വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു കോയിനേജ് സിസ്റ്റം, നാണയ സമ്പ്രദായം നടപ്പിലാക്കി. An efficient coinage system existed in the Sultanate period. Tanga, the silver coin, and Jittal, the copper coin, were in use at that time. Sher Shah made drastic reform in coinage. The rupee, a silver coin he introduced, survived for long. Emperor Akbar issued the silver coin called Jalali and gold coin called Ilahi. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു കോയിനേജ് സിസ്റ്റം നിലനിന്നിരുന്നു. തങ്ക എന്നുള്ള സിൽവർ കോയിനും ജിത്തൽ എന്നുള്ള കോപ്പർ കോയിനും അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. കോയിനേജ് സിസ്റ്റത്തിൽ ഷേർഷാ കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. 16th സെഞ്ച്വറിയിൽ നോർത്ത് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന സൂരി ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു ഷേർഷാ സൂരി. അദ്ദേഹം പ്രചാരത്തിലാക്കിയ സിൽവർ കോയിൻ റുപ്പി ദീർഘകാലം നിലനിന്നു. എംപറർ അക്ബർ ജലാലി എന്ന പേരിൽ സിൽവർ കോയിനും ഇലാഹി എന്ന പേരിൽ ഗോൾഡ് കോയിനും പുറത്തിറക്കി. ദ സിറ്റീസ് ഇൻ മിഡിവൽ ഇന്ത്യ. അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ട്രേഡിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ധാരാളം ട്രേഡേഴ്സും ഫോറിനേഴ്സും എല്ലാം നമ്മളുടെ രാജ്യത്തെത്തിയപ്പോഴേക്കും പുതിയ സിറ്റീസും വളർന്നു വരാനായിട്ട് തുടങ്ങി. Agricultural and commercial progress accelerated the growth of cities. The urban population rapidly increased during this period. In the earlier period, majority of the inhabitants in the cities were the kings, Brahmins and the soldiers. During the Sultanate period, different sections of people including cooks, weavers and leather craftsmen migrated to the cities. The major cities were Agra, Lahore, Delhi, Khandis, Ahmedabad, Dhaka, Daulatabad and Benares. Agricultural and commercial progress accelerated the growth of cities. കാർഷിക വാണിജ്യ മേഖലയിലെ പുരോഗതി സിറ്റികളുടെ വളർച്ച വേഗത്തിലാക്കി. മിഡിവൽ പീരീഡിൽ അർബൻ പോപ്പുലേഷനിൽ വലിയ വർധനവുണ്ടായി. നേരത്തെ രാജാക്കന്മാരും ബ്രാഹ്മണരും സോൾജേഴ്സുമായിരുന്നു സിറ്റീസിലെ പ്രധാന താമസക്കാർ. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ വീവേഴ്സ്, കുക്സ്, ലെതർ ക്രാഫ്റ്റ്മാൻ അങ്ങനെ വിവിധ ജോലി ചെയ്യുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സിറ്റീസിലേക്ക് കുടിയേറി. ആഗ്ര, ലാഹോർ, ഡൽഹി, ഖാൻദേശ്, അഹമ്മദാബാദ്, ധാക്ക, ദൗലത്താബാദ്, ബനാറസ് തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട സിറ്റീസ്. The rulers brought a large number of slaves captured from the battle to cities. Subsequently, the urban population went up. With the effort of the new sections of the people inhabited the cities, handicraft advanced much. In the previous class, we have discussed Karkhanas, the major handicraft center in the cities. The demand for the products increased with the growth of urban population. The cities had to depend extensively on the products from villages. It empowered the village economy, as villages were the major production centers. യുദ്ധവിജയം നേടിയ റൂളേഴ്സ് യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത അടിമകളെ ധാരാളമായിട്ട് നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇത് നഗരങ്ങളിലെ പോപ്പുലേഷൻ കൂടുന്നതിന് കാരണമായി. ഇങ്ങനെ നഗരങ്ങളിൽ എത്തിച്ചേർന്ന ജനവിഭാഗങ്ങളിലൂടെ കരകൗശല വ്യവസായങ്ങൾ പുരോഗതി പ്രാപിച്ചു. നഗരങ്ങളിലെ പ്രധാന കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ദി ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് ഇൻക്രീസ്ഡ് വിത്ത് ദി ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ. അർബൻ പോപ്പുലേഷനിലെ വളർച്ചയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും വർദ്ധിച്ചു. നഗരങ്ങൾ പ്രധാനമായിട്ടും വില്ലേജസിനെയാണ് പ്രോഡക്റ്റുകൾക്കായിട്ട് ആശ്രയിച്ചിരുന്നത്. വില്ലേജസ് ആയിരുന്നു പ്രധാന പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. സിറ്റീസ് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്, എല്ലാ പ്രോഡക്റ്റിനും വേണ്ടിയിട്ട് വില്ലേജസിനെ ആശ്രയിക്കുന്നത് വില്ലേജ് ഇക്കോണമിയെ ശക്തിപ്പെടുത്തി.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് സിറ്റീസ് ഇൻ ദി മിഡിവൽ ഇന്ത്യ. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.